ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മണ്ണന്തലയിലുണ്ട്. മണ്ണന്തല ബദനി പള്ളിയുടെയൊക്കെ നമ്മുടെ ഇവിടെ മണ്ണന്തല ഒരു ഒരു കുളമുണ്ടല്ലോ, ഒരു വലിയൊരു കുളമുണ്ട്. അപ്പോൾ ആ കുളമൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോഴത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ കുളമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഷോപ്പുണ്ട്, ഒരു മാരുതി നമ്മൾ കാറിൻ്റെയൊക്കെ ഒരു ഷോപ്പും അതുകൂടാതെ തന്നെ നമ്മളെന്താണ് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബോർഡ് സൂപ്പർ ഒരു വെറൈറ്റി ഒരു ഭക്ഷണശാല എന്താണ് തണൽ നമ്മുടെ കൂട്ടുകാർക്കെല്ലാവർക്കും തണലായി, ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തണലായി ഒരു ഭക്ഷണശാല. അടിപൊളിയാണ്. നോക്കിയേ, ചായ ഒഴിക്കുന്നതിൻ്റെ ബോർഡും കാര്യങ്ങൾ അതെല്ലാം അവർ ചായ ഒഴിക്കുന്നതും പാചകം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ്, പിന്നെ നല്ല കേരള തനിമ തരുന്ന കുറേ പിക്ചേഴ്സൊക്കെ അവരിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. പൂരിയും ചായയുമാണ് കേട്ടോ ഞാനിവിടെ ഓർഡർ ചെയ്തത്. എനിക്ക് പൂരി എത്തി, കൂടെ കറി എത്തി, അതിൻ്റെ കൂടെ തന്നെ അവർ ചായയും കൊണ്ടുതന്നു കേട്ടോ. കിഴങ്ങ് കറിയാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. സൂപ്പർ കിഴങ്ങ് കറി, കൊള്ളാം, വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഒരു ബംഗാളി സഹോദരങ്ങളാണ് പാചകമെങ്കിലും അവരുടെ എല്ലാം നീറ്റാണ്. ഡ്രസ്സും കാര്യങ്ങളെല്ലാം അവർ നീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട്, ഹോട്ടലൊക്കെ നല്ല വൃത്തിയുണ്ട്. അവർ ആ ഓണർ വന്നിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അവരോട് ഓടി വന്ന് അവരെല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ അത്രയും വൃത്തിയുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഹോട്ടലൊക്കെ നല്ല വൃത്തിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വൃത്തിയുടെ ഇതിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വാഴയിലയിലാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ തരുന്നത്. നമ്മുടെ പച്ച വാഴയിലയിലാണ് ഇവിടുത്തെ ഫുഡൊക്കെ അവർ നമുക്ക് സപ്ലൈ ചെയ്ത് തരുന്നത്, സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു കടയുടെ ആ ഒരു ലെവലിലേക്ക് പോയ കണക്ക് തോന്നുന്നു. അത്രയും വൃത്തിയും പിന്നെ വാഴയിലയിൽ ഫുഡ് തരുന്നതും അതുപോലെ ആ ഒരു കടയുടെ അതിനകത്തുള്ളൊരു ആംബിയൻസും എല്ലാം കാണുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ തോന്നും. അത്രയും എനിക്കങ്ങ് ആ കടയങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താണ് ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ഭക്ഷണശാല. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അങ്ങ് വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.